പീസ് ഇൻ ലൈഫിൻ്റെ ഹിഡൻ ട്രൂത്ത് പ്രോഗ്രാമിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് സമാധാനം എന്നരുളി ചെയ്ത നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ ഏവരെയും സ്നേഹവന്ദനം ചെയ്യുന്നു. പീസ് ഇൻ ലൈഫിലൂടെ വ്യക്തി ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ, ലോകത്തിൽ, സമൂഹത്തിൽ സമാധാനം നിലനിൽക്കേണ്ടതിന്, ആ സമാധാനത്തിൽ വ്യക്തികൾ തുടരേണ്ടതിന്, അതിലൂടെ ദൈവനാമം മഹത്വപ്പെടേണ്ടതിന് ഈ ദൈവവചന പരമ്പരയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ലോകത്തിൽ അനുദിനം സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സമാധാനം എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കൈവരിക്കാൻ പറ്റും, ആ സമാധാനത്തിൽ എങ്ങനെ തുടരാൻ പറ്റും എന്നീ കാര്യങ്ങളാണ് ഈ ദൈവവചന പരമ്പരയിലൂടെ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ തന്നെ സമാധാനത്തിന് ആവശ്യമായ അല്ലെങ്കിൽ ദൈവം നൽകിയിരിക്കുന്ന അനേക കാര്യങ്ങൾ മറയപ്പെട്ട് കിടക്കുന്ന ഈ കാലഘട്ടത്തിൽ മറഞ്ഞു കിടക്കുന്ന ദൈവവചന സത്യങ്ങളിലൂടെ സമാധാനം നമ്മുടെ ജീവിതത്തിൽ കൈവരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ പ്രാർത്ഥനാപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വ്യക്തിജീവിതത്തിൽ, കുടുംബത്തിൽ, സമൂഹത്തിൽ, രാജ്യത്തിൽ ഓരോ ദിവസവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ സമാധാനം എങ്ങനെ കണ്ടെത്താൻ പറ്റും, എങ്ങനെ നിലനിർത്താൻ പറ്റും എന്നീ കാര്യങ്ങളെക്കുറിച്ചാണ് ഇതിലൂടെ നമ്മൾ പങ്കുവയ്ക്കുന്നത്. ഈ പ്രോഗ്രാം ശ്രദ്ധിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആ സമാധാനം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ ഒരു ദൈവവചനം വായിച്ചുകൊണ്ട് ഈ സന്ദേശം ആരംഭിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനാപൂർവം ദൈവവചന ശ്രദ്ധയ്ക്കായി അല്പസമയങ്ങളെ വേർതിരിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം 42-ാമത്തെ വാക്യമാണ് പ്രാരംഭമായിട്ട് ഞാൻ വായിക്കുന്നത്. ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞു എങ്കിൽ കൊള്ളായിരുന്നു. കർത്താവായ യേശു ക്രിസ്തു യെരുശലേം നഗരത്തെ നോക്കി, പട്ടണത്തെ നോക്കി 2015 വർഷങ്ങൾക്ക് മുൻപ് അരുളി ചെയ്ത വചനമാണ് നമ്മളിപ്പോൾ വായിച്ചത്. ഈ നാളിൽ നിന്റെ സമാധാനത്തിന് വേണ്ടത് എന്തെന്ന് നീ അറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു എന്ന് കർത്താവിൻ്റെ വാക്കുകളിൽ നിന്നും സമാധാനത്തിനുള്ളത് ചിലതൊക്കെ ഉണ്ട് എന്ന് ഒന്നാമത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 2, അത് നമ്മൾ അറിയാതെ പോകുന്നതാണ് സമാധാനം നഷ്ടപ്പെടുന്നത് എന്നുള്ള കാര്യവും നമുക്ക് ആ വാക്കുകളിലൂടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം, അങ്ങനെയുള്ള ആ കാര്യം നമ്മെ അറിയിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു മനസ്സ് കാണിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹം അത് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യവും പ്രഥമമായി തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ജീവിതത്തിൽ സമാധാനം പ്രാപിക്കേണ്ടതിന്, സമാധാനത്തിൽ തുടരേണ്ടതിന്, അല്ലെങ്കിൽ സമാധാനം അനുഭവിക്കേണ്ടതിന് പ്രധാനമായും നമ്മൾ ഓർത്തിരിക്കേണ്ട, അല്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട 7 പടികളെക്കുറിച്ചാണ് പ്രാരംഭമായിട്ട് ഞാൻ ഒന്ന് ഓർമ്മപ്പെടുത്താം. 1, സമാധാനം നമുക്ക് അനുഭവിക്കണമെങ്കിൽ ആ സമാധാനം നൽകാൻ കഴിയുന്ന വ്യക്തി ആരാണെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് അതിൻ്റെ 1-ാമത്തെ പടി. 2, ആ വ്യക്തിയിൽ നിന്നും സമാധാനം നമ്മൾ പ്രാപിക്കുക. 3, ആ സമാധാനം നൽകിയ വ്യക്തി നമ്മളോട് കൽപ്പിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കുക. അതിൻ്റെ കാരണം അത് സമാധാനത്തിൽ നമ്മൾ തുടരണമെങ്കിൽ, ആ സമാധാനം നഷ്ടപ്പെടാതെ സൂക്ഷിക്കണമെങ്കിൽ സമാധാനം നൽകിയ വ്യക്തിയെ അനുസരിക്കുക. 4-ാമത്തെ ഒരു കാര്യം, നമ്മളുടെ സമാധാനം നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ ഏതാണെന്ന് വ്യക്തമായി തിരിച്ചറിയുക. 5, ആ സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ വിവിധ സാഹചര്യങ്ങൾ ഈ ലോകത്തിലുണ്ട്, എന്നാൽ ആ സാഹചര്യങ്ങളെ ഒഴിവാക്കി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയില്ല. എന്നാൽ ആ സാഹചര്യത്തിൽ എവിടെ വെച്ചാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എൻ്റെ സമാധാനം നഷ്ടപ്പെട്ടത് എന്ന് കൃത്യമായി കണ്ടെത്തുക. 6-ാമത്തെ കാര്യം, ആ പിഴവുകളെ നമ്മൾ തിരുത്തുക. 7-ാമത്തെ കാര്യം, അത് വീണ്ടും ആവർത്തിക്കാതെ നമ്മൾ സൂക്ഷിക്കുക. അപ്പോൾ ഈ 7 കാര്യങ്ങൾ, 7 പടികളാണ്. സമാധാനം ആഗ്രഹിക്കാത്ത ഒരു വ്യക്തി പോലും ഈ ലോകത്തിൽ ഇല്ല എന്നുള്ളൊരു സത്യമാണ്. വ്യക്തിയുടെ ഹൃദയത്തിൽ സമാധാനം ആഗ്രഹിക്കുന്നു. ഒരു കുടുംബത്തിൽ പിതാവും മാതാവും കുഞ്ഞുങ്ങളും സമാധാനം ആഗ്രഹിക്കുന്നു. അയൽവക്കത്ത്, സമൂഹത്തിൽ സമാധാനം ആഗ്രഹിക്കുന്നു. രാജ്യത്ത് സമാധാനം ആഗ്രഹിക്കുന്നു. ലോകം മുഴുവനും സമാധാനം ആഗ്രഹിക്കുന്നു.
ഭരണകർത്താക്കൾ സ്വസ്ഥതയും സമാധാനവും ആഗ്രഹിക്കുന്നു. ഏത് വ്യക്തിയുടെയും ഏത് മണ്ഡലത്തിലും ഏത് സമൂഹത്തിലും ഏത് രാജ്യത്തിലും എല്ലാവരും ഒരുപോലെ ആഗ്രഹിക്കുന്ന ഒന്നാണ് സമാധാനം. സമാധാനത്തിനായുള്ള അനേക കാര്യങ്ങൾ അല്ലെങ്കിൽ ചർച്ചകളൊക്കെ ഇന്ന് ലോകത്തിൽ നടക്കുന്നത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിന് വളരെ പ്രസക്തിയുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുന്നു. പീസ് ഇൻ ലൈഫ് എന്നതിലൂടെ അല്ലെങ്കിൽ ജീവിതത്തിൽ സമാധാനം എന്ന ഈ പ്രോഗ്രാമിലൂടെ ഞാൻ ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്. അതുകൊണ്ട് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, വിശുദ്ധ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ അനേകർ അനുഭവിച്ച, അനേകർ കണ്ടെത്തിയ ആ സമാധാനം എനിക്കും നിങ്ങൾക്കും, ഇന്ന് ഈ ദൈവവചനം ശ്രദ്ധിക്കുന്ന ഓരോരുത്തർക്കും ആ സമാധാനം വരും ദിവസങ്ങളിൽ പ്രാപിക്കുവാനും അതിൽ നിലനിൽക്കുവാനും നമുക്കിടവരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ അതിൻ്റെ 1-2 വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത് നമ്മൾ ഞാൻ പറഞ്ഞ കാര്യം, സമാധാനം നമുക്ക് നൽകുവാൻ കഴിയുന്ന വ്യക്തിയെ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഒന്നാമത്തെ പടി അതാണ്. അങ്ങനെ ജീവിതത്തിൽ സമാധാനം നൽകുവാൻ കഴിയുന്ന വ്യക്തിയെ തിരിച്ചറിഞ്ഞ് സമാധാനം പ്രാപിച്ച ഒരു വ്യക്തിത്വത്തെ ചൂണ്ടിക്കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 21 തുടങ്ങിയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ യായിരൂസ് എന്നു പേരുള്ള ഒരു മനുഷ്യനെ, ഒരു പള്ളിപ്രമാണിയെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ചില പ്രത്യേകതകൾ എന്നെ വളരെ ചിന്തിപ്പിച്ചിട്ടുണ്ട്. യായിരൂസിൻ്റെ ജീവിതത്തിൽ സമാധാനം നഷ്ടമായ ഒരു സാഹചര്യം, ഞാൻ ആ വേദഭാഗത്തിൻ്റെ ചില വാക്യങ്ങളൊന്ന് വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ആ വചനം വായിക്കുമ്പോൾ ആ പശ്ചാത്തലം നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ അത് കടന്നു വരാൻ വേണ്ടി, അല്ലെങ്കിൽ ആ സാഹചര്യത്തെ വ്യക്തമായി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആ വേദഭാഗം ഞാൻ ഇവിടെ വായിക്കുകയാണ്. യേശു വീണ്ടും പടകിൽ കയറി ഇക്കരെ കടന്ന് കടലരികെ ഇരിക്കുമ്പോൾ വലിയ പുരുഷാരം യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നുകൂടി. പള്ളിപ്രമാണികളിൽ യായിരോസ് എന്നു പേരുള്ള ഒരുത്തൻ വന്ന് യേശുവിനെ കണ്ട് കാൽക്കൽ വീണ്, എൻ്റെ കുഞ്ഞുമകൾ അത്യാസനത്തിലിരിക്കുന്നു, അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് അങ്ങ് വന്ന് അവളുടെ മേൽ കൈവെക്കണമേ എന്ന് വളരെ അപേക്ഷിച്ചു. യേശു ക്രിസ്തു അവനോടുകൂടെ പോയി വലിയ പുരുഷാരവും പിൻചെന്ന് യേശുവിനെ തിക്കിക്കൊണ്ടിരുന്നു. ഇവിടെ ഞാൻ പറഞ്ഞ 7 കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കിത് വിശകലനം ചെയ്യുമ്പോൾ, ഒന്ന്, യായിരോസിൻ്റെ ജീവിതത്തിൽ താൻ തിരിച്ചറിഞ്ഞു തനിക്ക് സമാധാനം നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ അത് നൽകാൻ കഴിയുന്ന വ്യക്തിയെ ആരാണെന്ന് കൃത്യമായി തിരിച്ചറിയുവാൻ കഴിഞ്ഞതാണ് യായിരോസിൻ്റെ ജീവിത വിജയത്തിലെ, അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൽ സമാധാനത്തിൽ കഴിയുവാൻ തനിക്ക് പറ്റിയതിൻ്റെ ഒന്നാമത്തെ പടി അതാണ്. 2, നമ്മൾ ചിന്തിച്ചതിനകത്തൊന്ന്, സാഹചര്യം നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ സമാധാനം നഷ്ടപ്പെടുന്ന സാഹചര്യം എന്താണ്? യായിരോസിൻ്റെ വാക്കുകളിൽ നിന്ന് അത് വളരെ വ്യക്തമാണ്. യായിരോസ് പറഞ്ഞു, എൻ്റെ കുഞ്ഞുമകൾ അത്യാസന്നത്തിലിരിക്കുന്നു. അവിടെ കൊടുത്തിരിക്കുന്ന മറ്റൊരു വേർഷനിൽ കൊടുത്തിരിക്കും ടു ലീഡ്സ് ടു ഡെത്ത്, അവൾ മരണത്തിൻ്റെ വക്കോളം എത്തിയിരിക്കുന്നു. അപ്പോൾ തൻ്റെ ഏക മകൾ മരണത്തോട് അടുത്ത നിമിഷം ഇനി മരണമല്ലാതെ മറ്റ് പ്രതിവിധികളൊന്നും മുന്നിലില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ, ആ സാഹചര്യത്തിൽ യായിരോസ് എത്തിച്ചേർന്നപ്പോൾ, യായിരോസ് ഈ വിഷയത്തെ, ഈ സാഹചര്യത്തിൽ തനിക്ക് സമാധാനം നൽകാൻ കഴിയുന്നത് ആരാണെന്ന് യായിരോസ് തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് യായിരോസ് യേശു ക്രിസ്തുവിൻ്റെ കാൽക്കൽ വന്നു വീണു, യേശുവിനോട് തൻ്റെ കാര്യത്തെ താൻ അറിയിക്കുകയാണ്. ഇത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു വലിയ സന്ദേശം നൽകുന്ന വലിയൊരു പാഠമാണ്. സാഹചര്യം ഏതായിരുന്നാലും ആ സാഹചര്യത്തിന് മധ്യത്തിൽ നമ്മെ സഹായിക്കാൻ കഴിയുന്ന, നമ്മെ വിടുവിക്കാൻ കഴിയുന്ന, രക്ഷിക്കുവാൻ കഴിയുന്ന, ആ സാഹചര്യത്തിൽ നമ്മുടെ സമാധാനത്തെ നിലനിർത്താൻ കഴിയുന്ന വ്യക്തി ആരാണ്? ദൈവം ആരാണ്? അത് യായിരോസ് തിരിച്ചറിഞ്ഞു. അത് എങ്ങനെ അറിയാം? തീർച്ചയായിട്ടും യായിരോസ് എന്ന് പറയുന്ന വ്യക്തി, ഹി വാസ് ദ റൂളർ ഓഫ് ദ സിനഗോഗ്. അദ്ദേഹം പള്ളിപ്രമാണികളിൽ, യഹൂദന്മാരുടെ കാലഘട്ടങ്ങളിൽ, അല്ലെങ്കിൽ യേശുക്രിസ്തു മനുഷ്യരൂപത്തിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ യഹൂദന്മാരുടെ പള്ളിയുടെ ഒരു പ്രമാണിയായിരുന്ന, ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന ഒരു മനുഷ്യൻ. ഹി വാസ് ദ റൂളർ ഓഫ് ദ സിനഗോഗ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ധാരാളം വ്യക്തിബന്ധങ്ങളുള്ള ഒരു മനുഷ്യനാണ് യായിരോസ്. ഒരു പള്ളിപ്രമാണി എന്ന നിലയിൽ തീർച്ചയായിട്ടും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാർ, നിയമജ്ഞർ, ഫരീസയർ, അതുപോലെ തന്നെ ധാരാളം ഉന്നതന്മാരുമായിട്ടും വ്യക്തികളുമായിട്ടും ആഴമേറിയ പല വിധത്തിലുള്ള വ്യക്തിബന്ധങ്ങൾ പുലർത്തുന്ന ഒരു വ്യക്തിയാണ് യായിരോസ്. ഈ സാഹചര്യത്തിൽ യായിരോസ് അവരിൽ ആരുടെ അടുക്കലേക്ക് പോകുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. വേദപുസ്തകത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ യായിരോസ് യേശുവിൻ്റെ അടുക്കൽ തന്നെ വന്നു.
അപ്പോൾ യായിരോസിന് തൻ്റെ സമാധാനം നഷ്ടപ്പെടാൻ പോകുന്ന തൻ്റെ മകൾ മരണത്തിലൂടെ മാറ്റപ്പെടാൻ പോകുമ്പോൾ തനിക്കുണ്ടാകുന്ന ആ ദുഃഖം, വേദന, തൻ്റെ തീരാ നഷ്ടം, ഇതൊക്കെ തിരുത്തുവാൻ, നികത്തുവാൻ കഴിയുന്ന പ്രാപ്തനായ ഒരു ആളാരാണ് എന്ന് തൻ്റെ മനസ്സിൽ താൻ ചിന്തിച്ചപ്പോൾ, ഈ പ്രശ്നം പരിഹരിക്കുവാൻ അനേക ചിന്തകൾ തൻ്റെ മനസ്സിലൂടെ കടന്നു വന്നപ്പോൾ അതിൽ നിന്ന് യായിരോസ് യേശുവാണ് അതിന് യോഗ്യനായ വ്യക്തി എന്ന് തിരിച്ചറിഞ്ഞു. അത് യായിരോസിൻ്റെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായി തീരുന്നു. തൻ്റെ സമാധാനത്തിന്, നിലനിൽക്കുന്ന സമാധാനത്തിന് അതൊരു ഒന്നാമത്തെ പടിയായി തീർന്നു. യായിരോസ് അവിടെ യേശുവിൻ്റെ അടുക്കൽ വന്നതിനെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എൻ്റെയും നിങ്ങളുടെയും വ്യക്തി ജീവിതത്തിൽ, കുടുംബത്തിൽ, നാം ഉൾപ്പെട്ട് നിൽക്കുന്ന ഈ സമൂഹത്തിൽ, നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ലോകത്തിന് തന്നെ ശരിയായ സമാധാനം നൽകാൻ കഴിയുന്ന സൃഷ്ടികർത്താവായ ദൈവം, ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തെ അറിയുക എന്നുള്ളതാണ്. യാദൃശ്ചികമായി നാം ഈ ഭൂമിയിലേക്ക് വന്നതല്ല. യാദൃശ്ചികമായി ഒരു സുപ്രഭാതത്തിൽ പൊട്ടിവിരിഞ്ഞ ഒന്നല്ല ഈ പ്രപഞ്ചമെന്ന് ഭൂമിയെ മനസ്സിലാക്കിയാൽ, പ്രകൃതി ശക്തികളെക്കുറിച്ച് പഠിച്ചാൽ, പ്രപഞ്ച രഹസ്യങ്ങളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുമ്പോൾ വ്യക്തമാകുന്ന ഒരു വലിയ സത്യമുണ്ട്. ഒരു ഇൻ്റലക്ച്വൽ ഡിസൈനർ ഈ മനോഹര പ്രപഞ്ചത്തിന് പിന്നിലുണ്ട്. പ്രകൃതിയിലെ സസ്യങ്ങളെ നോക്കിയാൽ, മൃഗജാലങ്ങളെ നോക്കിയാൽ, ജീവജാലങ്ങളെ നോക്കിയാൽ, മനുഷ്യനെ നോക്കിയാൽ, അതിൻ്റെ ഘടനയെ നോക്കിയാൽ, പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രപഞ്ച രഹസ്യങ്ങളെക്കുറിച്ച് പഠിച്ചാൽ തീർച്ചയായിട്ടും ഇതൊരു യാദൃശ്ചികമോ ഒരു യാന്ത്രികമോ അല്ല എന്ന് ചിന്തിക്കുന്ന ഏത് മനുഷ്യർക്കും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഞാനിപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല. എന്നാൽ യായിരോസ് എന്ന വ്യക്തി തൻ്റെ ജീവിതത്തിൽ സമാധാനം കൈവരിച്ചത് എങ്ങനെയെന്നുള്ള ആ വിഷയത്തിലേക്ക്, അതാണ് ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നത്. യായിരോസിൻ്റെ ജീവിതത്തിൽ തൻ്റെ മകള് രോഗിയായി മരണത്തിൻ്റെ വക്കോളം എത്തി. ആ സന്ദർഭത്തിൽ മകൾ നഷ്ടപ്പെടുന്നതിന് മുൻപ് തന്നെ യായിരോസ് യേശുവിൻ്റെ അടുക്കൽ വന്ന് യേശുവിനോട് പറഞ്ഞു, നീ എൻ്റെ മകൾ ജീവിച്ചിരിക്കേണ്ടതിന് നീ വന്ന് അവളുടെ മേൽ കൈവെക്കണം. ആ തിരിച്ചറിവാണ് യായിരോസിൻ്റെ ജീവിതത്തിൽ വിജയത്തിൻ്റെ ഒരു മുഖാന്തരമായി മാറിയത്. യേശുക്രിസ്തു അവനോടുകൂടെ പോയി. യേശുക്രിസ്തു അവനോടുകൂടെ പോയപ്പോൾ വളരെ പുരുഷാരം പിഞ്ചെന്നു എന്ന് നമ്മൾ വായിക്കുന്നു. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് നമ്മൾ വരികയാണ്. അപ്പോൾ ഒന്ന്, യായിരോസ് തിരിച്ചറിഞ്ഞല്ലോ കർത്താവായ യേശുക്രിസ്തു തൻ്റെ മകളെ മരണത്തിൽ നിന്ന് വിടുവിക്കുവാൻ ശക്തനാണ്. അതൊരു സത്യമാണ്. കോടാനുകോടി വ്യക്തികളുടെ അനുഭവമാണ്. എൻ്റെയും വ്യക്തിപരമായ ജീവിതത്തിലെ അനുഭവമാണ്. അതുകൊണ്ട് എനിക്കത് നിങ്ങളോട് പറയുന്നതിൽ വളരെ സന്തോഷത്തോടെ, വളരെ പ്രാഗൽഭ്യത്തോടെ, ശക്തിയോടെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യേശു ജീവിക്കുന്ന ദൈവമാണ്. മരണത്തിൽ നിന്ന് വിടുവിക്കുവാൻ, രോഗത്തിൽ നിന്ന് വിടുവിക്കുവാൻ മതിയായ ദൈവമാണ് കർത്താവായ യേശുക്രിസ്തു. അതിന് അനേക ദൃഷ്ടാന്തങ്ങൾ, അനേക ഉദാഹരണങ്ങൾ, അനേക ചരിത്ര സംഭവങ്ങൾ ക്രിസ്തു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അന്ന് മുതൽ ഇന്ന് വരെ ലക്ഷോപലക്ഷം വ്യക്തികളുടെ സാക്ഷ്യങ്ങൾ, ഇന്നും ജീവിക്കുന്ന സാക്ഷികൾ ഈ ഒരു സത്യത്തെ വിളിച്ച് ഉറക്കെ ഘോഷിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഒന്ന്, തിരിച്ചറിഞ്ഞു. രണ്ട്, ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ താൻ ഒരു തീരുമാനമെടുത്തു. യായിരോസ് യേശുവിൻ്റെ അടുക്കൽ തന്നെ വന്ന് യേശുവിനോട് തൻ്റെ കാര്യങ്ങൾ യായിരോസ് പറഞ്ഞു. അതും ശ്രദ്ധിക്കണം, ബഹുപുരുഷാരത്തിൻ്റെ മധ്യത്തിൽ യേശുക്രിസ്തു കടൽക്കരയിൽ ഇരിക്കുമ്പോൾ അനേക പുരുഷാരം യേശുവിൻ്റെ അടുക്കലുണ്ട്. അവരുടെ മധ്യത്തിൽ പരസ്യമായി യായിരോസ് യേശുവിൻ്റെ കാൽക്കൽ വീണിട്ട് വളരെ അപേക്ഷിച്ചു എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ താൻ ആശ്രയിക്കുന്നു. രണ്ടാമത് ഞാൻ പറഞ്ഞ കാര്യം, സമാധാനം നൽകുന്ന വ്യക്തിയെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയിൽ നിന്ന് ആ സമാധാനം പ്രാപിക്കുവാൻ ആ വ്യക്തിയിൽ ആശ്രയിക്കുക എന്നതിൻ്റെ രണ്ടാമത്തെ ഒരു ഘടകമാണ്. ഇന്ന് പലരും യേശുവിനെക്കുറിച്ച് അറിയാവുന്ന ധാരാളം വ്യക്തികളെ നമുക്കറിയാം. എൻ്റെ ചിന്തയിൽ ലോകത്തിൽ നിന്ന് യേശുവിനെക്കുറിച്ച് അറിയാത്തവരായി ചുരുക്കം ചില വ്യക്തികൾ ഉണ്ടാകാം. കാരണം ക്രിസ്തു യേശുവിനെക്കുറിച്ച് ഒരിക്കലെങ്കിലും കേട്ടിട്ടില്ലാത്തവർ വളരെ വിരളമാണ്. തന്നെയല്ല, AD എന്നും BC എന്നും ചരിത്രത്തെ, കാലഘട്ടത്തെ രണ്ടായി വിഭജിച്ചിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ജനനത്തോടും മരണത്തോടുള്ള ബന്ധത്തിലാണ്. AD എന്ന് നമ്മൾ പറയുമ്പോൾ അന്നോ ഡൊമിനി, ഇൻ ദ ഇയർ ഓഫ് അവർ ലോർഡ്, നമ്മുടെ കർത്താവിൻ്റെ വർഷം. ഇന്ന് 2016 ഫെബ്രുവരി മാസം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം
അതിനേക്കാൾ അപ്പുറത്ത് ആ ഒരു അറിവല്ല, ആ ഒരു അറിവ് നമുക്ക് സമാധാനം നൽകുന്നില്ല. എന്നാൽ ആ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആശ്രയിക്കുമ്പോഴാണ് ആ സമാധാനം നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ യായിരോസ് യേശുവിൽ ആശ്രയിച്ചു, കാൽക്കൽ വീണു, യേശുവിനെ വീട്ടിലേക്ക് വിളിച്ചു. അങ്ങ് എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ മോളുടെ മേൽ കൈവെക്കണം, അവൾ ജീവിച്ചിരിക്കേണ്ടതിന്. യായിരോസിൻ്റെ വാക്കുകളിൽ നിന്നും തൻ്റെ ആശ്രയത്തെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് ഈ സമയത്ത് ഈ ദൈവവചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും, വാത്സല്യ കുഞ്ഞുങ്ങൾ, പ്രിയ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാരോട് ഞാൻ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്, കർത്താവായ യേശു ക്രിസ്തു ഏത് സാഹചര്യത്തിലും കടന്നു വന്ന് നമ്മെ സഹായിക്കാൻ കഴിയുന്ന ദൈവമാണ്. അപ്പോൾ തന്നെ ആ യേശു ക്രിസ്തുവിനോട് നമ്മളൊരു കാര്യം പറയുമ്പോൾ, യായിരോസിനോട് കൂടെ വന്ന യേശു ഇന്ന് പകൽക്കാലം അതേ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ യേശുവിനോട് നിങ്ങളുടെ വിഷയങ്ങളെ പറയുന്നുവെങ്കിൽ, നമ്മുടെ ദുഃഖങ്ങളെ പങ്കുവയ്ക്കുന്നെങ്കിൽ, നമ്മുടെ ആവശ്യങ്ങൾ കർത്താവിനോട് പറയുന്നെങ്കിൽ നമ്മളോടുകൂടെ വരുവാനും നമ്മളുടെ വിഷയത്തിന്മേൽ വിടുതൽ നൽകുവാനും യേശു മനസ്സുള്ള ദൈവമാണ്. യേശു അതിന് ശക്തനായ ദൈവമാണ്. അപ്പോൾ യായിരോസും യേശുവും കൂടെ യായിരോസിൻ്റെ വീട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ്. അതിന് മധ്യത്തിലും നമുക്ക് സുവിശേഷത്തിൽ മറ്റൊരു കഥാപാത്രത്തെ ഇവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അത് 12 വർഷം രക്തസ്രവത്താൽ ഭാരപ്പെട്ടിരുന്ന ഒരു സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടിട്ട് അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷ പ്രാപിക്കും എന്ന് അവൾ ഹൃദയത്തിൽ പറയുന്നു. അവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഈ സ്ത്രീ അവളുടെ മുതൽ മുഴുവൻ വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും ആരാലും സൗഖ്യം വരുത്താൻ കഴിയാതിരുന്ന പരവശയായി തീർന്നിട്ട്, ഈ രോഗത്താൽ അവൾ വളരെയധികം ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. അവളുടെ പണം മുഴുവൻ ചെലവഴിച്ചിട്ടും ആ വിഷയത്തിന്മേൽ, ആ രോഗത്തിന്മേൽ ഒരു സ്വസ്ഥത, ഒരു സൗഖ്യം കിട്ടിയില്ല. അത് അവളുടെ സമാധാനം നഷ്ടപ്പെടുത്തി. ഈ സാഹചര്യത്തിൽ അവൾ യേശുവിനെ കുറിച്ച് കേട്ടപ്പോൾ അവളും തിരിച്ചറിഞ്ഞു, തൻ്റെ വിഷയത്തിന് സമാധാനം നൽകുവാൻ കഴിയുന്ന നസ്രയനായ യേശുവാണ് ഇപ്പോൾ ഈ വഴിയെ കടന്നു പോകുന്നത്. ഉടനെ അവൾ ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനമെടുത്തു. യേശു ക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ ഞാൻ സൗഖ്യമാകും എന്നവൾ ഹൃദയത്തിൽ പറഞ്ഞു. കൂടാതെ പുരുഷാരത്തിനിടയിലൂടെ അവൾ യേശുവിൻ്റെ അടുക്കൽ വന്ന വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടു ക്ഷണത്തിൽ അവൾ സൗഖ്യം പ്രാപിച്ചു. അത് മറ്റൊരു അനുഭവമാണ്. തീർച്ചയായിട്ടും ആ സ്ത്രീയുടെ സമാധാനം നഷ്ടപ്പെടുത്തിയിരുന്നത് തൻ്റെ രോഗമായിരുന്നു. തനിക്ക് പണമില്ലാത്തതായിരുന്നില്ല പ്രശ്നം, പണമുണ്ടായിരുന്നു. 12 വർഷം ചികിത്സിക്കണമെങ്കിൽ പല വൈദ്യന്മാർക്ക്, പല ഡോക്ടേഴ്സിൻ്റെ അടുക്കൽ, പല ഹോസ്പിറ്റലുകളിൽ മാറി മാറി കടന്നുപോയി ചികിത്സിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്ത്രീ വളരെ ധനികയായ ഒരു സ്ത്രീ തന്നെയായിരുന്നു എന്നതിൽ ഒട്ടും സംശയിക്കേണ്ട. എന്നാൽ ആ പണവും അല്ലെങ്കിൽ അന്നത്തെ വൈദ്യശാസ്ത്രം, അന്നത്തെ വൈദ്യന്മാരോ ഡോക്ടേഴ്സോ അവൾക്കൊരു സമാധാനം നൽകാൻ പ്രാപ്തരായിരുന്നില്ല എന്ന് അവൾ തിരിച്ചറിഞ്ഞു. തീർച്ചയായിട്ടും യേശു ക്രിസ്തു രോഗത്തിന് സൗഖ്യം നൽകാൻ പറ്റുന്ന ദൈവമാണ് എന്ന് അനേകർ അനുഭവിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ സ്ത്രീയും കർത്താവിൽ ആശ്രയിച്ചു. അവളുടെ ജീവിതത്തിൽ സൗഖ്യം പ്രാപിച്ചു. കർത്താവ് അവളോട് പറയുന്നൊരു വാക്കുണ്ട് അവസാനം, സ്ത്രീയെ, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നീ സമാധാനത്തോടെ പോകാം. അവിടെ യേശുവിൻ്റെ അടുക്കൽ വരുന്നവർ തിരികെ പോകുമ്പോൾ അവർ സമാധാനം നഷ്ടപ്പെട്ടവരായിട്ടല്ല, അവർ സമാധാനമുള്ളവരായിട്ട് പോകുന്നത് നമുക്ക് കാണാനായിട്ട്. ആ സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ നിന്ന് പോയത് തികഞ്ഞ സ്വസ്ഥതയോടെയാണ്. താൻ സൗഖ്യമായി എന്നവൾ ശരീരത്തിൽ അനുഭവിച്ചു, അവൾ അറിഞ്ഞുവെന്നാണ്. സമാധാനത്തോടെ യേശു അവളെ അയച്ചു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തട്ടെ, ഏത് വിഷയത്തെ ചൊല്ലിയും ഏത് കാരണത്താലും നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം സമാധാനദായകനായ, നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞ് തൻ്റെ ശിഷ്യന്മാരുടെ നടുവിൽ പ്രത്യക്ഷപ്പെട്ട, ലോകത്തിന് സമാധാനം വാഗ്ദത്തം ചെയ്ത് അനേകർക്ക് സമാധാനം നൽകിയ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് ഹൃദയത്തെ സമർപ്പിക്കുക, ജീവിതത്തെ സമർപ്പിക്കുക. ഇപ്പോൾ തന്നെ ആ വിഷയത്തെ യേശുവിൻ്റെ മുന്നിൽ നമ്മുടെ ഹൃദയത്തെ പകർന്ന് സമർപ്പിക്കുക. ആ വിഷയത്തിന്മേൽ വിടുതൽ നൽകുവാൻ യേശു മതിയായ ദൈവമാണ്. അപ്പോൾ യായിരോസ് യേശുവിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് തൻ്റെ വീട്ടിലേക്ക് പോകുന്നതാണ് നമ്മൾ ചിന്തിച്ചു വന്ന വിഷയം. ഇനി 35-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 35-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, യേശുവുമായിട്ട് വീട്ടിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന യായിരോസിൻ്റെ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ട ഒരു സാഹചര്യം അവിടെ പെട്ടെന്നുണ്ടായി. അത് വാക്യത്തിൽ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. 35 ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്നു, നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തുന്നത് എന്തിന് എന്ന് പറഞ്ഞു.
യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പം മകള് മരണത്തിൻ്റെ വക്കോളം എത്തിയിരിക്കുന്ന സാഹചര്യത്തിലാണ് യായിരോസ് യേശുവിനെ വീട്ടിലേക്ക് വിളിക്കുന്നതും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതും ക്രിസ്തുവിൽ ആശ്രയിക്കുന്നതും കർത്താവിനോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നതും. അങ്ങനെ വീട്ടിലേക്ക് പോകുന്നതിനോടുള്ള ബന്ധത്തിൽ യാത്രാമധ്യത്തിൽ വെച്ച് യായിരോസിൻ്റെ വീട്ടിൽ നിന്ന് ആൾ വന്നിട്ട് പറഞ്ഞു, നിൻ്റെ മകൾ മരിച്ചുപോയി. തീർച്ചയായിട്ടും ആ വാർത്ത യായിരോസിൻ്റെ ജീവിതത്തിൽ വലിയ ആഘാതങ്ങൾ സൃഷ്ടിക്കത്തക്കതായ ഒരു വാർത്തയാണ്. താൻ പ്രതീക്ഷിച്ചതും ആഗ്രഹിക്കാത്തൊരു വാർത്തയാണ്. എന്നാൽ ഇവിടെ യായിരോസ് മറ്റൊന്നും സംസാരിച്ചതായിട്ട് നമുക്ക് കാണുന്നില്ല. യായിരോസിൻ്റെ നിലവിളി കേൾക്കുന്നില്ല. താൻ പരിഭ്രമിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നില്ല, രേഖപ്പെടുത്തിയിട്ടില്ല. ഞാൻ ചിന്തിക്കുന്നത്, വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും യേശു ക്രിസ്തു തന്നോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം യായിരോസിന് ഒരു വലിയ സമാധാനം നൽകി എന്നതാണ് അതിൻ്റെ സത്യം. തന്നെയുമല്ല, വേറൊരു കാര്യം ശ്രദ്ധിക്കണം. നിൻ്റെ മകൾ മരിച്ചു പോയി എന്ന് വീട്ടിൽ നിന്ന് ആൾ വന്ന് പറഞ്ഞപ്പോൾ ഉടനെ യേശു ആ വിഷയത്തോട് പ്രതികരിച്ചത് എങ്ങനെയാണ്? യേശു ആ വാക്ക് കാര്യമാക്കാതെ യായിരോസിനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ബൈ ഇഗ്നോറിങ്, അതിനെ യേശു ആ വാക്ക് മൈൻഡ് ചെയ്യാതെ, അതിനെ അവഗണിച്ചുകൊണ്ട്, മോള് മരിച്ചു പോയി എന്നുള്ള വാർത്ത തെറ്റാണ് എന്ന അർത്ഥത്തിലല്ല, അത് ശരി തന്നെയാണ്. പക്ഷേ ആ മരിച്ചു പോയി എന്നുള്ള വാർത്ത, ആ സംഭവം യായിരോസിൻ്റെ ജീവിതത്തെ ബാധിക്കാത്ത വിധത്തിൽ, തനിക്കൊരാഘാതം സൃഷ്ടിക്കാത്ത വിധത്തിൽ, തൻ്റെ സമാധാനം നഷ്ടമാകാത്ത നിലയിൽ യേശു ക്രിസ്തു ആ വിഷയത്തെക്കുറിച്ച് വ്യക്തമായ ആ സന്ദർഭത്തിൽ യേശു യായിരോസിനോട് സംസാരിച്ചു. അതാണ് യായിരോസിൻ്റെ സമാധാനം നഷ്ടപ്പെടാതെ ഇരുന്നതിൻ്റെ ഒരു കാരണത്തെക്കുറിച്ച്, പല കാരണങ്ങൾ. അതിൽ രണ്ടാമത്തെ ഒരു കാരണം, സാഹചര്യം പ്രതികൂലമായി തീർന്നപ്പോഴും അതിന് മധ്യത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ശബ്ദം, യേശുവിൻ്റെ വാക്ക്, യേശുവിൻ്റെ സാന്നിധ്യം തന്നെ ബലപ്പെടുത്തി. മരിച്ചുപോയി എന്നുള്ള വാർത്ത യായിരോസ് അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ച് അതിൽ പരിഭ്രമത്തിന് ഇടവരുന്നതിന് മുൻപേ കർത്താവ് പറഞ്ഞു, ഭയപ്പെടേണ്ട, നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക. അത് യായിരോസിനൊരു വലിയ സമാധാനം നൽകി. യായിരോസിൻ്റെ മനസ്സിനൊരു സന്തോഷം നൽകി. യായിരോസിന് അതൊരു വലിയൊരു സമാധാനത്തിൻ്റെ കുളിർക്കാറ്റ് തൻ്റെ ഹൃദയത്തെ തലോടി കടന്നുപോയതുപോലെ യേശുവിൻ്റെ ആ വാക്കുകൾ തന്നെ ബലപ്പെടുത്തി. തന്നോട് പറയുന്നത് നസ്രയനായ യേശുവാണ്. ജീവനും മരണവും പുനരുദ്ധാനവും താൻ തന്നെ അരുളി ചെയ്ത കർത്താവായ യേശുവിൻ്റെ വാക്കാണ്. യായിരോസ് യാതൊരു ആച്ഛാദനവും അവിടെ ഉണ്ടായില്ല. കാരണം യേശു ക്രിസ്തുവിൻ്റെ വാക്കുകളിൽ തന്നെ ആ ശക്തിയും ബലവും സന്തോഷവും കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും. ഏത് ഭാരത്തിലും ക്ലേശത്തിലും ഏത് കഷ്ടതയിലും ദുഃഖത്തിലും ദൈവവചനം കേൾക്കുവാൻ നിങ്ങൾ സമയം വേർതിരിച്ചാൽ, ദൈവശബ്ദത്തിന് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്താൽ, കാതോർത്താൽ, തീർച്ചയായിട്ടും ആ സന്ദർഭത്തിൽ ഒരു വലിയ സമാധാനം നമ്മളിലേക്ക് കടന്നു വരുന്നത് കാണാനായിട്ട് സാധിക്കും. നീ ഭയപ്പെടേണ്ട, ഉറപ്പ് വാക്കുകളാണ്, അധികാരത്തിൻ്റെ വാക്കുകളാണ്. ശക്തിയോടെയാണ് യേശു ക്രിസ്തു പറയുന്നത്, തീർച്ചയോടെയാണ് പറയുന്നത്. സാരമില്ല, അല്ലെങ്കിൽ പോട്ടെ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലൊരു വാക്കല്ല ഇവിടെ പറയുന്നത്. സാറിന് ഒരു മരണ വീട്ടിലൊക്കെ നമ്മളൊക്കെ പലരെയും ആശ്വസിപ്പിക്കാറുണ്ട്. പക്ഷെ നമ്മുടെയൊക്കെ ആശ്വാസത്തിൻ്റെ വാക്കുകളൊന്നും അവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നില്ല. ആ നഷ്ടമായി തന്നെ തുടരും, നഷ്ടത്തെ നികത്തുന്നില്ല. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ വാക്ക് അതിൽ നിന്ന് വ്യത്യസ്തമാണ്. കർത്താവായ യേശു ക്രിസ്തു ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് യായിരോസിനോട് യേശു പറഞ്ഞിട്ട് യേശു മടങ്ങിപ്പോകുകയല്ല. യായിരോസിൻ്റെ സമാധാനം നഷ്ടപ്പെട്ട ആ വാർത്തകളുടെ ഉറവിടമായ സ്ഥലത്തേക്ക് യേശു യായിരോസിനോടുകൂടെ നടന്നു പോവുകയാണ്. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഈ കർത്താവായ യേശുവിനെ ആശ്രയിച്ചാൽ, ഈ യേശുവിൽ നിങ്ങൾ വിശ്വസിച്ചാൽ, തീർച്ചയായിട്ടും സമാധാനം നഷ്ടപ്പെട്ട മണ്ഡലത്തിലേക്ക് എന്നോടും നിങ്ങളോടും കൂടെ ചേർന്ന് നടന്നു വരുവാൻ മനസ്സുള്ള, അതിരറ്റ് നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണ് കർത്താവായ യേശു. ഈ പകൽക്കാലം തന്നെ തീർച്ചയായിട്ടും യായിരോസിനെ പോലെ തന്നെ യേശുവിനെ ജീവിതത്തിലേക്ക് വിളിക്കുക. യേശുവിനോട് നമ്മുടെ കാര്യങ്ങളെ പറയുക, നമ്മുടെ ഹൃദയത്തെ പങ്കുവെക്കുക. എൻ്റെ മകൾ മരിച്ചു മരണത്തിൻ്റെ വക്കോളം എത്തിയിരിക്കുന്നു, അങ്ങ് വന്ന് എൻ്റെ മകളുടെ മേൽ കൈവെക്കണമേ എന്നുള്ള ആ അപേക്ഷ യേശു സ്വീകരിച്ച് യായിരോസിനോടുകൂടെ കടന്നു പോവുകയും യായിരോസിൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുകയും തൻ്റെ വീട്ടിൽ ചെന്നു. അപ്പം അതിന് മധ്യത്തിൽ മരിച്ചു എന്ന് പറഞ്ഞ ആ വാർത്ത യേശു യായിരോസിനോട് വീട്ടിൽ ചെന്നപ്പോൾ അത് വാസ്തവമായിരുന്നു. വിലപിക്കുന്ന പുരുഷാരത്തെ കണ്ടു. അതിന് മധ്യത്തിലും യേശു ക്രിസ്തു മുന്നോട്ട് തന്നെ നടന്നു നീങ്ങി. യേശു ആ സാഹചര്യത്തിൽ പുറകോട്ട് പോയില്ല. അതുകൊണ്ട് തന്നെ യായിരോസും സമാധാനത്തോടെ
ആ മരണ വീട്ടിലേക്ക് ചെന്നു. അവിടെയും യായിരോസ് അല്ല നിലവിളിക്കുന്നത്, അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളാണ്. യായിരോസ് വളരെ ശാന്തമായി, വളരെ സമാധാനത്തോടെ, സ്വസ്ഥതയോടെ യേശുവിനോടുകൂടെ താൻ ചേർന്ന് നടന്ന വീട്ടിൽ ചെന്നു. യേശു ക്രിസ്തു അവിടെ ചെന്നിട്ട് അപ്പനെയും അമ്മയും കൂട്ടിക്കൊണ്ട് മോള് മരിച്ചു കിടക്കുന്ന സ്ഥലത്ത് റൂമിൽ ചെന്നു. ബാല എഴുന്നേൽക്കെന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നുവെന്ന് യേശു പറഞ്ഞു. അവളുടെ കൈക്ക് പിടിച്ചു, അവളെ ഉയർത്തെഴുന്നേൽപ്പിച്ച് യായിരോസിന് മടക്കി കൊടുത്തു. തീർച്ചയായിട്ടും എൻ്റെ ചിന്ത, ഈ യായിരോസ് യേശുവിനെ കൃത്യസമയത്ത്, ശരിയായ സമയത്ത് തൻ്റെ സമാധാനം നിലനിർത്താൻ കഴിയുന്ന, സമാധാനം തനിക്ക് നൽകാൻ കഴിയുന്ന ഈ കർത്താവായ യേശുവിനെ തിരിച്ചറിഞ്ഞതും, യേശുവിനെ തൻ്റെ വീട്ടിലേക്ക് വിളിച്ചതും, യേശുവിൻ്റെ കാൽക്കൽ വീണതും, യേശുവിൻ്റെ വാക്ക് കേട്ട് താൻ മുന്നോട്ട് പോയതും യായിരോസിൻ്റെ ജീവിതത്തിൽ വലിയൊരു സമാധാനത്തിലേക്ക് തന്നെ നയിച്ചു. സമാധാനം നഷ്ടപ്പെട്ട ആ കുടുംബത്തിലേക്ക് യേശു കടന്നു വന്നപ്പോൾ ഒരു വലിയ സമാധാനം ആ ഭവനത്തിൽ വന്നു. അവൾ ഉയർത്തെഴുന്നേറ്റു, ജയത്തിൻ്റെ ഉല്ലാസത്തിൻ്റെ ഘോഷോടെ മുഴങ്ങി. വിലാപത്തിൻ്റെ ഭവനത്തെ, വിലാപത്തിൻ്റെ പന്തലിടേണ്ട ആ മുറ്റത്ത് ഒരു നൃത്തത്തിൻ്റെ പന്തൽ, ഉത്സവത്തിൻ്റെ, സന്തോഷത്തിൻ്റെ ഒരു പന്തൽ വീണുവെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ചില മണിക്കൂറുകൾക്കപ്പുറത്ത് ശവസംസ്കാരത്തിൻ്റെ ശുശ്രൂഷ ഒരുക്കങ്ങൾ ചെയ്യേണ്ട യായിരോസ് യേശുവിൻ്റെ കാൽക്കൽ വീണതുകൊണ്ട്, യേശുവിനെ കണ്ടെത്തിയതുകൊണ്ട്, അതേ തൻ്റെ മകളുടെ ആ ജീവനിലേക്ക് മടങ്ങി വന്ന സന്തോഷ അന്തരീക്ഷത്തിലേക്ക് ആ കുടുംബത്തെ കൊണ്ടുവരുവാൻ യായിരോസിന് കഴിഞ്ഞുവെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ വചനം ശ്രദ്ധിക്കുന്ന ഏവരോടും ഞാൻ പറയട്ടെ, തീർച്ചയായിട്ടും ആ യേശുവിൻ്റെ സന്നിധിയിലേക്ക് നമുക്കും കടന്നിയല്ല. തീർച്ചയായിട്ടും ഈ വചനം കേൾക്കുന്ന, എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ മാറ്റത്തിൻ്റെ തുടക്കം ആരംഭിക്കുകയാണ്. ഏത് കാരണത്താലും ആകട്ടെ, സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്ന ഏത് വ്യക്തിക്ക് വേണ്ടിയും എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുവാൻ ഞാൻ നിങ്ങളെ സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു. കർത്താവേ, പരിശുദ്ധ ദൈവമേ, ഈ പ്രിയപ്പെട്ടവർക്കായി വചനം ശ്രദ്ധിച്ച എല്ലാവരെയും തൃക്കരത്തിൽ ഏൽപ്പിക്കുന്നു. സമാധാനം നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ നിന്നും വിടുവിക്കുവാൻ ശക്തനായ അങ്ങയുടെ സന്നിധിയിൽ ഞാൻ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുന്നു. അങ്ങയോട് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളും അവരുടെ ജീവിതത്തിൽ, അവരുടെ കുടുംബത്തിൽ സ്വർഗീയ സന്തോഷവും സമാധാനം നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ച് അങ്ങയുടെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു. വരും ദിവസങ്ങളിൽ കർത്താവിൽ ആശ്രയിച്ച് അങ്ങയോട് ചേർന്ന് നിന്ന് ഏത് പ്രതികൂലത്തിലും വിജയകരമായൊരു ജീവിതം സന്തോഷത്തോടെ നയിക്കുവാൻ, സമാധാനപൂർണ്ണമായൊരു ജീവിതം നയിക്കുവാൻ കർത്താവായ ദൈവം അവരെ സഹായിക്കണമേ. അങ്ങയോട് വിളിച്ചപേക്ഷിക്കുമ്പോൾ, അങ്ങയുടെ നാമത്തെ ഓർക്കുമ്പോൾ, അങ്ങയുടെ സന്നിധിയിൽ വരുമ്പോഴൊക്കെയും മറുപടി നൽകിയവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവമേ അപേക്ഷിക്കുന്നു. ദയവുണ്ടായി കേട്ട് ഉത്തരം തരുമാറാകണമേ. Amen. God bless you all.